ഒന്ന് ഓരോരുത്തരാണല്ലോ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ഓരോ വാക്യവും എടുത്ത് പഠിക്കാനായിട്ട് സാധ്യമല്ല, നിങ്ങൾക്കറിയാം. ഒരധ്യായം തന്നെ നാം ശരിയായ നിലയിൽ അല്പമെങ്കിലും ശരിയായ നിലയിൽ പഠിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ മാസങ്ങൾ തന്നെ ചിലപ്പോൾ വേണ്ടി വരും. യൂദായുടെ ലേഖനം മേക്കൂർ സഭയിൽ എടുക്കുകയുണ്ടായി. വളരെ മാസങ്ങൾ തന്നെ ആ യൂദായുടെ ലേഖനം ഓരോ വാക്യങ്ങളും എടുത്ത് പഠിക്കാനായിട്ട് ഇടവന്നു. ഞാൻ പറഞ്ഞത് ഒന്ന് ഒരു പറഞ്ഞാൽ 16 അധ്യായങ്ങളാണുള്ളത്. ഈ 16 അധ്യായങ്ങൾ നമ്മൾ ഓരോ വാക്യമായിട്ട് പഠിക്കാൻ പോയാൽ 16 വർഷങ്ങൾ വേണ്ടി വരും. അതുകൊണ്ട് അധികം ദീർഘിപ്പിക്കാതെ കഴിയുന്നിടത്തോളം ഒരു ദിവസം ഒരു അധ്യായം വെച്ച്, ധ്യാനോദനം അങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഒരു ദിവസം ഒരു അധ്യായം വെച്ച് മുൻപോട്ട് പോകാൻ അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഓരോ വാക്യം വെച്ച് പഠിച്ചാൽ ആദ്യം പഠിച്ചത് ഒരിക്കലും പിന്നീട് ഓർമ്മയിൽ നിൽക്കത്തില്ല. പൊതുവായിരിക്കുന്ന നിലയിൽ ഒരു ഐഡിയ ഈ പുസ്തകത്തെ കുറിച്ച് ലഭിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് മുഖാന്തരം ജീവിതത്തിൽ ചില നന്മകൾ, ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ സഭാ ജീവിതത്തിലും ഒക്കെ ദൈവം ഇടയാക്കണം. ആ നിലയിൽ ഈ പഠനം നമുക്ക് ആരംഭിക്കാം. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയെ കർത്താവിന്റെ നാമത്തിൽ വേഗമായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ പറയുന്നൊരു ഭംഗിവാക്കല്ല, വീണ്ടും ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ പഠനം തടസ്സങ്ങൾ കൂടാതെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഞാൻ നേരിടുന്നൊരു പ്രശ്നം, പലപ്പോഴും നിങ്ങൾക്കും അങ്ങനെയൊക്കെ അനുഭവപ്പെട്ടുണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസമായിരിക്കാം ഏറ്റവും കൂടുതൽ തിരക്കും ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ തടസ്സങ്ങൾ കൂടാതെ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഇതിന്റെ പഠനം പൂർത്തീകരിക്കാനായിട്ട് ദൈവം സഹായിക്കണം. പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. 1 കൊരിന്ത്യർ എന്ന് പറയുന്ന ഈ പുസ്തകത്തിലെ അവർ മുഖവുര കൂടാതെ ഇത് പഠിച്ചതുകൊണ്ട് പഠിക്കാനായിട്ട് പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ ലേഖനത്തെ കുറിച്ച് പൊതുവായ ചില കാര്യങ്ങൾ, കൊരിന്ത്യരെ കുറിച്ച് ചില കാര്യങ്ങൾ മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് എഴുതിയ കാലഘട്ടം 52 അല്ലെങ്കിൽ 54 AD 52-54 കാലഘട്ടങ്ങളാണെന്നാണ് പൊതുവെ വിചാരിക്കപ്പെടുന്നത്. കൃത്യമായ ഒരു കണക്കൊന്നും നമുക്ക് ഈ കാര്യത്തിൽ ലഭ്യമല്ല. കാരണം എത്രയോ പഴയ അന്നത്തെ ചരിത്രമൊന്നും ഇന്നത്തെ പോലെ എഴുതി സൂക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ രേഖപ്പെടുത്തുന്നവരോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പൊതുവെ ഉള്ളൊരു കണക്കനുസരിച്ച് AD 52 54 ആ കാലഘട്ടത്തിലാണ്. എന്തായാലും 50-നും 60-നും ഇടയ്ക്കായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം. എഴുതിയത് ആരാണെന്നുള്ളത് ഇവിടെ 1-ാം വാക്യം തന്നെ ഉണ്ട്. പൗലോസും സഹോദരനായ സോസ്തനേസും എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ സോസ്തനേസ് ആരാണെന്നുള്ളത് നാം തുടർന്ന് സംസാരിക്കുമ്പോൾ, തുടർന്ന് നാം ഈ ഭാഗം ചിന്തിക്കുമ്പോൾ, ഈ ലേഖനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പൗലോസിനെ നമുക്ക് നന്നായിട്ട് അറിയാം. സോസ്തനോസ് നാം അധികം കേൾക്കാത്ത ഒരു പേരായിരിക്കാം. പക്ഷെങ്കിൽ അതാരാണെന്നുള്ളത് നമുക്ക് ഇന്ന് പറഞ്ഞു വരുമ്പോൾ ആ വിഷയം വരും എന്ന് വിചാരിക്കുന്നു. കൊരിന്തിനെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ കൊരിന്ത്യ ലേഖനം പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങേയറ്റം അധാർമികത നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. വലിയൊരു പട്ടണമാണ്. പൗലോസിന്റെ വേല ഒക്കെ നാം നോക്കിയാൽ, പൗലോസിന്റെ പ്രവർത്തനമൊക്കെ നോക്കിയാൽ, ഇന്ന് നാം പലപ്പോഴും കാണുന്നത് നമ്മുടെ സുശേഷന്മാരൊക്കെ ഗ്രാമപ്രദേശങ്ങൾ അന്വേഷിച്ചാണ് പോകുന്നത്. എന്നാൽ പൗലോസിന്റെ പ്രവർത്തനം നോക്കിയാൽ പ്രധാനമായിട്ടും പട്ടണങ്ങളിലായിരുന്നു പൗലോസിന്റെ പ്രവർത്തനം. കൊരിന്ത് ഒരു വലിയ പട്ടണമായിരുന്നു അക്കാലത്തെ. ഗ്രീസിലെ ഒരു വലിയ പട്ടണമായിരുന്നു. 3 തുറമുഖങ്ങളുള്ള ഒരു പട്ടണമായിരുന്നു. ചുറ്റും സമുദ്രത്തിന്റെ ഏതാണ്ട് മധ്യഭാഗം, ദ്വീപായിട്ടല്ല, ദ്വീപ് അല്ലാതെ കരയുണ്ട്. എന്നാൽ അതേസമയം തന്നെ നല്ലൊരു ഭാഗം കടൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. തുറമുഖങ്ങളുള്ളത് കൊണ്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് വ്യാപാരം ഏറ്റവും അധികം വർദ്ധിച്ച നിലയിൽ നടന്നിരുന്ന ഒരു പട്ടണമായിരുന്നു കൊരിന്ത്യ പട്ടണം.
പല സ്ഥലങ്ങളിൽ നിന്നുള്ള, ഇന്ന് നാമ അമേരിക്കയിലെ ന്യൂയോർക്ക് എന്നൊക്കെ പറയുന്നത് പോലെ വളരെ തിരക്കേറിയതായിരിക്കുന്ന ഒരു നഗരം. അന്നത്തെ കാലത്ത് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കച്ചവടത്തിനായിട്ടും മറ്റു പല കാര്യങ്ങൾക്കായിട്ടും കൊരിന്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആഡംബര ജീവിതത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്. പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ, പലരും വ്യാപാരത്തിന് വേണ്ടി വരുന്നവരായിരിക്കാം. പക്ഷെങ്കിൽ അതുകൊണ്ട് തന്നെ പല സംസ്കാരങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്, പല ഭാഷകൾ സംസാരിക്കുന്നവരോട് ഉണ്ടായിരുന്നു. മാത്രമല്ല, സുഖലോലുപതയ്ക്ക് യാതൊരു ഭംഗവുമില്ലാത്ത നിലയിലുള്ള ഒരു പട്ടണമായിരുന്നു ഈ കൊരിന്ത്. ധനവാന്മാരാണ് കൂടുതലും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന അധാർമികതയ്ക്കും പേര് കേട്ട ഒരു കൊരിന്ത്യൻ എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഒരു കൊരിന്ത്യന്റെ സ്വഭാവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത്രമാത്രം അധപതിച്ച ഒരു സ്ഥലം, ഇല്ലാത്ത യാതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ നമ്മുടെ ഒളിമ്പിക്സ് പോലെയുള്ള ഗെയിംസ് ഒക്കെ അതിലൊക്കെ പേര് കേട്ട ഒരു സ്ഥലം, അനേക തത്വജ്ഞാനികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം, ഇങ്ങനെയൊക്കെ പലതുകൊണ്ടും പേര് കേട്ട ഒരു സ്ഥലമായിരുന്നു അവിടെ. പക്ഷെ അധാർമികതയ്ക്ക് ഏറ്റവും പ്രാധാന്യം അവിടെ ഉണ്ടായിരുന്നു. ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, വീനസിന്റെ ക്ഷേത്രം. വീനസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാവുന്ന വിചാരിക്കുന്നു, അധാർമികതയുടെ ദേവതയാണ് കാമദേവത എന്ന് പറയും. ആയിരക്കണക്കിന് പുരോഹിതന്മാരല്ല പുരോഹിതമാർ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ പഴയ കാലത്തുണ്ടായിരുന്ന ദേവദാസി സമ്പ്രദായം പോലെയുള്ള ഒരു സമ്പ്രദായം. വ്യഭിചാരം ഭക്തിയുടെ ഭാഗമായിട്ട് കണക്കാക്കുന്ന ഒരു ജനസമൂഹം. ഞാനിത് പറഞ്ഞെന്തിനാണെന്ന് വിചാരിച്ചാൽ, അങ്ങനെയുള്ളവരിൽ നിന്നാണ് കൊരിന്ത് സഭ ഉണ്ടാകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയുള്ള ഒരു പട്ടണത്തിലേക്കാണ് അപ്പോസ്തലനായ പൗലോസ് സുവിശേഷവുമായിട്ട് ചെല്ലുന്നത്. പൗലോസിന്റെ പ്രവർത്തനത്താൽ ഉണ്ടായ ഒരു സഭയാണ് കൊരിന്ത് സഭ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാം മിഷണറി യാത്രയിലാണ് പൗലോസ് ഈ സ്ഥലത്ത് എത്തുന്നത്. ഒന്നാം മിഷണറി യാത്ര കഴിഞ്ഞ് ആസിയയിലായിരുന്നു. ആസിയ പ്രവിശ്യയിൽ, ഇന്നത്തെ ഏഷ്യ അല്ല, അന്നത്തെ ഏഷ്യൻ പ്രോവിൻസ് ആസിയ പ്രവിശ്യയിൽ പ്രവർത്തിച്ച് അത് തീർന്ന് വീണ്ടും അവിടെ തന്നെ മടങ്ങി പോകണമെന്നൊക്കെ വിചാരിക്കുന്ന സമയത്താണ് നമുക്ക് ആ ഭാഗത്തേക്ക് വരാം. മാസിഡോണിയൻ കോള് ഉണ്ടാകുന്നത് ആ ഭാഗത്തേക്ക് നാം വരുന്നുണ്ട്. അങ്ങനെയാണ് പൗലോസ് ഈ യൂറോപ്പിലേക്ക്, ഗ്രീസിലേക്ക് ഒക്കെ കടന്നു വരുന്നത്. നാം തുടർന്ന് പഠിക്കുമ്പോൾ അത് വരുന്നു. അവിടെ വന്നപ്പോൾ നമുക്കറിയാമല്ലോ, പലപ്പോഴും ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഏറ്റവും അറിയാൻ സാധിക്കുന്ന ഒരു മകൻ സൗദിയിൽ വളർന്ന, മാതാപിതാക്കന്മാരൊക്കെ സൗദിയിൽ ഉണ്ടായിരുന്നു. നന്നായിട്ട് സൺഡേ സ്കൂൾ പഠിക്കുകയും ഒക്കെ ആ നിലയിൽ വളർന്നു വരികയും ചെയ്ത ഒരു മകൻ. പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്കായിട്ട് ബോംബെയിൽ പോയി മുസ്ലിങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചു. മുസ്ലിങ്ങളോട് സുവിശേഷം പറയാനായിട്ടൊക്കെ ആരംഭിച്ചു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇവനൊരു മുസ്ലിമായിട്ട് മാറുവാനായിട്ട് ഇടയാക്കി. അങ്ങോട്ട് സുവിശേഷം പറയാൻ വേണ്ടി പോയതാണ്. പക്ഷെങ്കിൽ അവന് നിലനിൽക്കുവാനായിട്ട് സാധിച്ചില്ല. അവനൊരു മുസ്ലിമായിട്ട് മാറി. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ വരുമ്പോൾ രക്ഷിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ സുവിശേഷം വിട്ട് ഇറങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ല. പക്ഷെങ്കിൽ വളരെ തീവ്രതയോടുകൂടിയാണ് തന്നെ പ്രവർത്തിക്കുന്നത്. കൊരിന്തിൽ തന്നെ ആകർഷിക്കുന്നതായിരിക്കുന്ന പല കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ അധാർമികതയൊക്കെ പോകട്ടെ, ബിസിനസ്സിന് പറ്റിയ സ്ഥലമാണ്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ പ്രശസ്തനാകുവാനായിട്ടുള്ള ഒരു ഫിലോസഫറാണ് താൻ. നമുക്കറിയാമല്ലോ, ഒരു തത്വചിന്തകനാണ് പൗലോസ്. കൊരിന്തില് തത്വചിന്തയ്ക്കുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉന്നതനായി തീരാനായിട്ടുള്ള എല്ലാ സാധ്യതകളും പൗലോസിനുണ്ട്. അങ്ങനെയുള്ള കൊരിന്തിലാണ് പൗലോസ് പ്രസംഗിച്ചത്, പ്രവർത്തിച്ചത്. ഒരു വാക്യം നാം വായിക്കുമ്പോൾ
അപ്പോസ്തല പ്രവൃത്തി 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാമത്തെ വാക്യം. ആരെങ്കിലും എടുത്ത് വായിക്കാൻ പറ്റുന്നവര് ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. ഇന്ന് അനേക വാക്യങ്ങൾ ഇന്ന് വായിക്കും, എല്ലാ ആഴ്ചയിലും അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഇന്ന് അനേക വാക്യങ്ങൾ നമുക്ക് വായിച്ചെങ്കിൽ അതിന്റെ ഒരു പ്രവേശനം ഒരു ലേഖനത്തിലേക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 2-ാം വാക്യം ഞാൻ വായിക്കാം. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് പൗലോസ് വന്നപ്പോൾ പൗലോസിന്റെ നിർണയമാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താ പൗലോസ് നിർണയിച്ചത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഈ നിർണയമാണ്, ഈ ഡിറ്റർമിനേഷൻ, ഇംഗ്ലീഷിൽ ഡിറ്റർമിനേഷൻ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ നിർണയമാണ് വാസ്തവത്തില് കൊരിന്തിൽ പൗലോസിനെ പിടിച്ചു നിർത്തിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേക ആളുകളെ ഇന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സുവിശേഷത്തിന് വേണ്ടിയിട്ട് തീഷ്ണതയോടുകൂടി ഇറങ്ങിയവരായിരിക്കുന്ന അനേകർ ലോകത്തിൻ്റെതായിരിക്കുന്ന സമ്പത്തും ലോകത്തിൻ്റെതായിരിക്കുന്ന മോഹങ്ങളിലും പെട്ട് വീണുപോയ അനേക അനുഭവങ്ങളുണ്ട്. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ലഭിച്ചതായിരിക്കുന്ന ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ കർത്താവിന് വേണ്ടിയിട്ട് നിലനിൽക്കുവാൻ തക്കവണ്ണം തനിക്ക് ഇടയായി തീർന്നത് ഈ നിർണയമാണ്. ഞാനിത് പറഞ്ഞത് പ്രായം കുറഞ്ഞ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ്. ദാനിയേൽ ഇങ്ങനെ ഒരു കാര്യം നിർണയിച്ചതായിട്ട് നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. രാജാവ് നൽകുന്ന ഭോജനം കൊണ്ടും തന്റെ വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അങ്ങനെ ആ വാക്യം നാം വായിക്കുന്നു. ഈ നിർണയമില്ലെങ്കിൽ ലോകം നമ്മെ വീഴ്ത്തും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിൽ ചെന്നപ്പോൾ താൻ കണ്ടതൊക്കെ താൻ ഒരിക്കലും കാണാത്ത പലതും കൊരിന്തിൽ കണ്ടു. പക്ഷെങ്കില് ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി, മറ്റൊന്നും അറിയാനായിട്ട് തനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. ലോകത്തിന്റെ തത്വജ്ഞാനത്തിൽ തനിക്ക് വളരാമായിരുന്നു, മറ്റേതെങ്കിലും വിഷയങ്ങളിൽ തനിക്ക് പ്രശസ്തനാകാമായിരുന്നു. പക്ഷെ ഒന്നും തന്റെ ഹൃദയത്തെ അല്പം പോലും സ്വാധീനിച്ചില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം. തന്റെ ജീവിതം ഉടനീളം നാം പരിശോധിച്ച് നോക്കിയാൽ ആ നിർണയം നമുക്ക് എല്ലായിടത്തും കാണാനായിട്ട് സാധിക്കും. പൗലോസ് പറയുന്നുണ്ടല്ലോ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും. പൗലോസിന്റെ പ്രസംഗം എന്ന് പറയുന്നത് എപ്പോഴും അത് എന്തെങ്കിലും കാര്യങ്ങളിൽ പൊതിഞ്ഞൊരു പ്രസംഗമായിരുന്നു. തുറന്ന് കാര്യങ്ങൾ സംസാരിക്കുന്ന, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന നിലപാട് നമുക്ക് അപ്പോസ്തലനായ പൗലോസിൽ കാണാനായിട്ട് സാധിക്കും. കൊരിന്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഒരു സമൂഹം അധാർമികതയുടെ അങ്ങേയറ്റം നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് കൊരിന്ത് വിശ്വാസികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം പൗലോസിന്റെ ഈ ലേഖനം നാം വായിച്ചു നോക്കിയാൽ അവർ മാനസാന്തരപ്പെട്ടു എന്നുള്ളത് ശരിയാണ്, രക്ഷിക്കപ്പെട്ട് കർത്താവിലേക്ക് വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെങ്കിൽ ചില സ്വഭാവങ്ങൾ അവരുടെ നിലനിന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം ജീവിക്കുന്ന ഈ ലോകത്തിലും ഈ ആത്മീയ ലോകത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷെ നമ്മിൽ അത് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത് ലേഖനം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാകുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ബലഹീന വശങ്ങൾ എന്നിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുവാനായിട്ട് സാധിക്കണം. രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കറിയാമല്ലോ, രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. കർത്താവിലേക്ക് വന്ന പലരുടെയും ജീവിതത്തിൽ മുറുകെ പറ്റുന്ന ചില പാപങ്ങൾ പിന്നെയും ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യരുടെ ജീവിതത്തില് നാം 1 കൊരിന്ത്യർ പഠിക്കുമ്പോൾ ഈ ഒരു ചിന്തയോടുകൂടെ വേണം നാം ഇതിനെ സമീപിക്കുവാനായിട്ട്. അധാർമികതയുടെ കേന്ദ്രമായിരുന്ന കൊരിന്ത്യരിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരായിരിക്കുന്ന ഈ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പിന്നെയും ചില കാലങ്ങളോളം ചിലതൊക്കെ പിന്തുടർന്നു എന്നുള്ളത് നമുക്ക് ഈ ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് കൊരിന്തിനെ കുറിച്ചാണ്. കൊരിന്തിലുള്ളതായിരിക്കുന്ന വേല അതെങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിൽ ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2-ാം മിഷണറി യാത്രയാണ് 18 മുതലുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. 18-ന് മുമ്പുള്ള ഭാഗങ്ങൾ
15 മുതലുള്ള അധ്യായങ്ങളിൽ നമുക്ക് രണ്ടാം മിഷണറി യാത്ര കാണാനായിട്ട് സാധിക്കും. ഒന്നാം മിഷണറി യാത്ര 14-ാം അധ്യായം അവസാനിക്കുമ്പോൾ 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം വരുമ്പോൾ അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവിടെ ഫലമേൽപ്പിച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവിടം കൊണ്ട് ആ അധ്യായം കൊണ്ട് ഒന്നാം മിഷണറി യാത്ര അവസാനിക്കുകയാണ്. രണ്ടാമത്തെ മിഷണറി യാത്ര അവർ ആരംഭിക്കാനായിട്ട് ആഗ്രഹിച്ചു. അവിടെ അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4-ാമത്തെ വാക്യത്തില് അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. 6-ാം വാക്യം വായിച്ചിട്ട് അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഭൂമിയിലും ഗലാത്യ ദേശത്തുകൂടി സഞ്ചരിച്ച് മൂസയിലെത്തി ഉദീനയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. ആസിയയിലാണ് ഒന്നാമത്തെ അവരുടെ ശുശ്രൂഷകൾ നടന്നത്, മിഷണറി യാത്ര നടന്നത്. ഞാൻ മുമ്പ് ഒരു വാക്യം വിട്ടുപോയി. അതിന് 15-ാമത്തെ അധ്യായത്തിലെ 36-ാമത്തെ വാക്യം, 15-36. കുറെ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണ്ണബാസിനോട് നാം കർത്താവിന്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ഈ ആസിയയിൽ തന്നെ വീണ്ടും മടങ്ങിപ്പോയി ആ പട്ടണങ്ങളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് വീണ്ടും അന്വേഷിക്കുക, അതായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷെങ്കില് നാം ഇപ്പോൾ വായിച്ച ഈ ഭാഗത്ത് 6-ാം വാക്യത്തിൽ 16-ന്റെ 6-ൽ നാം വായിച്ചതുപോലെ അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിന്റെ 7, 8, 9 വാക്യം ഒന്ന് വായിക്കാമോ? 16-ന്റെ 7, 8, 9. മുസ്ലിയിലെത്തി ബിഥുനയ്ക്ക് പോകാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല. അവർ മുസ്ലി കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് രാത്രി മസിഡോണിയക്കാരനായ പുരുഷൻ പൗലോസിന്റെ അരികിൽ നിന്ന് നീ മാസിഡോണിയയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ട് അവരോട് സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മാസിഡോണിയയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെയാണ് ഒന്നാം മിഷണറി യാത്ര വീണ്ടും അത് അവസാനിച്ചതിന് ശേഷം വീണ്ടും അവിടേക്ക് മടങ്ങിപ്പോകണം. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ആസിയയിൽ തന്നെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിച്ചുവെങ്കിലും ആ സമയത്താണ് ദൈവാത്മാവ് അവരോട് പറഞ്ഞ് നിങ്ങൾ ആസിയയിലേക്ക് മടങ്ങിപ്പോകരുത്, ആസിയയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണ്ട. എന്നിട്ട് അതേസമയം തന്നെ ഒരു ദർശനം അവർ കാണുകയാണ്. മാസിഡോണിയയിൽ നിന്ന് ഒരാൾ വന്നിട്ട് അവരോട് പറയുന്നതായിട്ട് ഒരു ദർശനം കാണുന്നു. നീ മാസിഡോണിയയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഇത് കണ്ടിട്ടാണ് ഇവർ മാസിഡോണിയയിലേക്ക് മക്കതോനിയ എന്നായിരിക്കും ചില വാക്കാണ്, മക്കതോനിയയിലേക്ക് ഇവർ പോകുവാനായിട്ടുള്ള കാരണം. അങ്ങനെ ആദ്യം അവർ ചെന്ന സ്ഥലമാണ് 11-ാം വാക്യത്തിലുണ്ട്. എന്താ, എവിടെയാണ്? മക്കതോനിയയിലേക്ക് പോയി 11-ാം അധ്യായത്തിൽ അവർ എവിടെ ചെന്നു? 11-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 16-ന്റെ 11 അവസാന ഭാഗം. ഫിലിപ്പിയിൽ ചെന്നു. കണ്ടോ? അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രയ്ക്കയിലേക്കും പിറ്റന്നാൾ നവപോലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയയിലും ചെന്നു. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ആദ്യം അവർ ചെന്ന സ്ഥലം ഏതാ? ഫിലിപ്പിയ. ആ 16-ാം അധ്യായം അവസാനം വരെ നാം നോക്കിയാൽ ഫിലിപ്പിയയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കാണുന്നത്. നമ്മുടെ കാണുമ്പോൾ പൗലോസ് അവര് പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു പോയി. ഒരു ലുദിയ, അവിടെ ആരൊക്കെ രക്ഷിക്കപ്പെട്ടത്? ലുദിയ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. ഒരു വെളിച്ചപ്പാടത്തിൽ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്നു. കൂടാതെ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഒരു കാരാഗ്രഹ പ്രമാണം. ഈ വെളിച്ചപ്പാടത്തിൽ രക്ഷിക്കപ്പെട്ട് മുൻപോട്ട് വന്ന സമയത്ത് അവരുടെ യജമാനന്മാർ പ്രശ്നമുണ്ടാക്കി, അവരുടെ ലാഭം നിന്നു പോയതുകൊണ്ട് അങ്ങനെ ഈ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗ്രഹത്തിലാക്കി. കാരാഗ്രഹവാസം എന്തിന്? അതിന്റെ റിസൾട്ട് എന്തായിരുന്നു? കാരാഗ്രഹ പ്രമാണി അവരുടെ കുടുംബവും രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായത്. ഇതാണ് ഫിലിപ്പിയയിലെ അനുഭവം. ഫിലിപ്പിയയിലും അന്ന് അവർക്ക് പീഡനമേൽക്കേണ്ടതായിരുന്നു. ഒരു കാര്യം നാം ശ്രദ്ധിച്ചാൽ, പൗലോസിന്റെ പ്രവർത്തനങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ പറഞ്ഞു വരുമ്പോൾ പറയുകയാണ്, പൗലോസ് ഒരു സ്ഥലത്ത് എന്നാൽ മിക്കവാറും പോയതെല്ലാം പട്ടണത്തിലാണ്. ഫിലിപ്പി ഒരു പട്ടണമായിരുന്നു. രണ്ടാമത്തെ പട്ടണം നാം നോക്കിയാൽ
പറഞ്ഞ കാര്യം പിന്നെയും പറയാം. രണ്ടാമത്തെ പഠനം 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. അപ്പോലോക്കയിൽ കൂടി കടന്ന് തെസ്സലോനിക്കയിലെത്തി. രണ്ടാമത്തെ സ്ഥലം ഏതാ? തെസ്സലോനിക്ക. തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഭാഗം നാം നോക്കിയാൽ മിക്കവാറും സ്ഥലങ്ങളിലും അപ്പോസ്തലനായ പൗലോസ് പോയാൽ ആദ്യം നോക്കുന്നത് എന്താ? പള്ളി ഉണ്ടോ എന്നാണ് നോക്കുന്നത്. കാരണം പള്ളിയിലാണ് ആദ്യത്തെ തന്റെ പ്രവർത്തനങ്ങളെല്ലാം താൻ ചെയ്യുന്നത്. പട്ടണങ്ങളിലാണ് താൻ ചെയ്തത്, പട്ടണങ്ങളിലെ പള്ളികളിലാണ് താൻ ചെയ്തത്. നാം ഓരോ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഫിലിപ്പിയിലെ പ്രാർത്ഥനാ സ്ഥലം എന്ന് എഴുതിയിരിക്കുന്നത് പള്ളിയായിരിക്കണം. ഇവിടെ തെസ്സലോനിക്കയിൽ ഒരു പള്ളിയിൽ പോയി. അവിടുത്തെ പ്രസംഗം എന്താണെന്നുള്ളത് 3-ാമത്തെ വാക്യത്തിലുണ്ട്. 17:3 ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും മരിച്ചവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടതെന്നും ഞാൻ നിങ്ങളോട് അറിയിക്കുന്ന ഈ യേശു തന്നെ ക്രിസ്തു എന്നും തെളിയിച്ച് വിവരിച്ചുകൊണ്ടിരുന്നു. പൗലോസ് ആ ഭാഗം നമുക്കൊന്ന് വായിക്കുമ്പോൾ തെസ്സലോനിക്കയില് 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ 17:4 അവരിൽ ചിലരും ഭക്തിയുള്ള യവനന്മാരുടെ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും ശീലാസിനോടും ചേർന്നു. നോക്കുക സുവിശേഷം എങ്ങനെയാ വ്യാപിച്ചെന്നുള്ളത്. നമുക്ക് ഇന്ന് ചിന്തിക്കുമ്പോൾ നാം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. വളരെ നിസ്സാരമായിട്ടാണ് നാം ഇതിനെയൊക്കെ പലപ്പോഴും കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിൽ തനിക്ക് കഷ്ടമുണ്ടായി, തനിക്ക് പ്രശ്നങ്ങളുണ്ടായി. പക്ഷെങ്കിൽ അവിടെ ഒരു കൂട്ടം കർത്താവിന് വേണ്ടിയിട്ട് ആദായപ്പെടുവാൻ തക്കോടുകൂടെയായിട്ട് നിന്നു. ഒരു ലുദിയയിൽ തുടങ്ങിയതായിരിക്കുന്ന ഒരു ആരംഭം ഒരു സഭയായിട്ട് അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. തെസ്സലോനിക്കയിൽ നാം വായിക്കുമ്പോഴും അവിടെ മാന്യസ്ത്രീകളിൽ അനേകരും യവനന്മാരുടെ ഒരു വലിയ കൂട്ടവും ആത്മാർത്ഥതയോടുകൂടി കർത്താവിന് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചതായിരിക്കുന്ന പൗലോസിന്റെ പ്രവർത്തനം യാതൊന്നിനെയും ഭയപ്പെടാതെ കർത്താവിന് വേണ്ടിയിട്ട് താൻ നിന്നപ്പോൾ തെസ്സലോനിക്കയിലും ഒരു വലിയ കൂട്ടം വിശ്വാസികള് അവിടെ കർത്താവിന് വേണ്ടിയിട്ട് വലിയ കൂട്ടം വിശ്വാസികൾ ഉണ്ടാകുകയും തെസ്സലോനിക്ക സഭ ഉണ്ടാകുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഫിലിപ്പിയ, രണ്ടാമത്തേത് തെസ്സലോനിക്ക. മൂന്നാമത്തേത് 10-ാം വാക്യം 16:10. സഹോദരന്മാരുടനെ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലാസിനെയും ബെരോവയ്ക്ക് പറഞ്ഞയച്ചു. അവിടെ തെസ്സലോനിക്കയില് സഭയുടെ ആരംഭം ഉണ്ടായി. തെസ്സലോനിക്കയിൽ അനുഭവിക്കേണ്ടതായിരുന്ന പീഡനമൊക്കെ അനുഭവിച്ചു. അവിടെ വായിക്കുമ്പോൾ സഹോദരന്മാർ രാത്രിയിൽ തന്നെ പൗലോസിനെയും ശീലോസിനെയും ബെരോവ, മൂന്നാമത്തെ സ്ഥലം ബെരോവയാണ്. അവിടെ എന്താ ചെയ്യുന്നത്? അവിടെ എത്തിയപ്പോൾ അവർ 10-ാമത്തെ വാക്യത്തിന്റെ അവസാനം അവിടെ എത്തിയപ്പോൾ അവർ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി. ഇത് പറയാൻ ഞാൻ പറഞ്ഞത്. കാരണം എവിടെയൊക്കെ യഹൂദന്മാരുടെ പള്ളിയിൽ പോയി പ്രസംഗിക്കുക എന്നുള്ളത് അത്ര ഈസിയായ കാര്യമൊന്നുമല്ല. ഈ ഞങ്ങൾ പ്രസംഗിക്കുന്നവനായിരിക്കുന്ന യേശുവാണ് ക്രിസ്തു, അല്ലെങ്കിൽ അവനാണ് മശിഹാ എന്ന് അവിടെ പോയി പറയുക, അല്ലെങ്കിൽ അത് തെളിയിച്ചു കൊടുക്കുക, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. പക്ഷെങ്കിൽ ഒരിക്കലും തന്റെ ജീവിതത്തെ കുറിച്ചോ തന്റെ ലാഭത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കാത്ത പൗലോസ്, തന്റെ സുഖത്തെ കുറിച്ച് യാതൊന്നും ചിന്തിക്കാത്ത പൗലോസിന് ഇതൊക്കെ വളരെ നിസ്സാരമായിരുന്നു. താന് ബെരോവയിൽ എത്തിയതായിട്ട് നാം അവിടെ വായിക്കുന്നു. അവിടെയും അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 16:13 18:13 സോറി പൗലോസ് അറിയിച്ചത് തെസ്സലോനിക്കയിലെ യഹൂദന്മാർ അറിഞ്ഞ് അവിടെയും വന്ന് പുരുഷാരത്തെ ഇടയ്ക്ക് ബെരോവയിലും പ്രശ്നമാണ്. തെസ്സലോനിക്കയിൽ നിന്നുള്ള വലിയ കൂട്ടം ബെരോവയിൽ വന്ന് അവിടെയും പ്രശ്നം ഉണ്ടാക്കി എന്നാണ് നാം വായിക്കുന്നത്. പക്ഷെങ്കിൽ അവിടെയും സംഭവിച്ചൊരു കാര്യം 12-ാമത്തെ വാക്യത്തിലുണ്ട്. അവിടെ നാം വായിക്കുമ്പോൾ അവരിൽ പലരും ഇവിടെ എല്ലാം നാം നോക്കുക, അനേകർ എന്നുള്ള വാക്ക നമുക്ക് തുടർച്ചയായിട്ട് കാണാനായിട്ട് സാധിക്കും. വലിയൊരു കൂട്ടം അവിടെ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട്. അടുത്തത് 15-ാമത്തെ വാക്യത്തിൽ പൗലോസിനോടുകൂടെ വഴി പോയവർ അവനെ അഥേനയോളം കൊണ്ടുപോയി. അടുത്ത സ്ഥലം അഥേനയാണ്. ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ, അഥേന. അഥേനയിലേക്ക് കൊണ്ടുപോയി. അഥേനയിലെ ചരിത്രമാണ് 15 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങളൊന്നും വിശദീകരിക്കാനായിട്ടുള്ള നമുക്ക് സമയമില്ല. എങ്കിലും വളരെ തീഷ്ണതയോടുകൂടിയുള്ള പൗലോസിന്റെ പ്രവർത്തനം പീഡനങ്ങളെയും പ്രശ്നങ്ങളെയും കഷ്ടതകളെയും ഒന്നും കണക്കിടാതെ കർത്താവിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ 30-31 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അഥേനയിലുള്ളവരോട് പറഞ്ഞതായിരിക്കും ചില വാക്കുകളും കൂടെ കാണാൻ സാധിക്കും. 30-31 വാക്യം നാം പലപ്പോഴും ഉദ്ധരിക്കുന്ന വാക്യമാണത്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു.
താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിവിട്ടെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അവിടെ അഥേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൈവങ്ങളാണല്ലോ. അജ്ഞാത ദേവൻ, അറിയപ്പെടാത്ത ദൈവത്തിന് വരെ അവിടെ വേദിക്കല്ലുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് പൗലോസ് പോയിട്ട് സുവിശേഷം പ്രസംഗിക്കുകയും അവിടെ അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അങ്ങനെ പൗലോസ് അവരുടെ 33-34 വാക്യം, അങ്ങനെ പൗലോസ് അവരുടെ നടുവിൽ നിന്ന് പോയി ചില പുരുഷന്മാർ അവരോട് ചേർന്ന് വിശ്വസിച്ചു. അക്കൂട്ടത്തില് ചില പ്രധാനപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. 34-ാമത്തെ വാക്യത്തില് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ അടുത്ത സ്ഥലം ഏതാ? 18-ാം അധ്യായം 1-ാം വാക്യം. അഥേനയിൽ നിന്ന് എങ്ങോട്ടാ പോയത്? അഥേനയിൽ നിന്ന് പോയത് എന്നത്തെ സ്ഥലമാണ് കൊരിന്ത്. ഫിലിപ്പിയ, തെസ്സലോനിക്ക, ബെരോവ, അഥേന, അടുത്ത സ്ഥലം കൊരിന്ത്. കൊരിന്തിലേക്ക് ചെന്നു. കൊരിന്തിലുള്ളതായിരിക്കുന്ന പൗലോസിന്റെ പ്രവർത്തനമാണ് 18-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു വലിയ പട്ടണമാണ്. ആ പട്ടണത്തില് പള്ളിയിൽ 4-ാമത്തെ വാക്യം അവർ പള്ളിയിൽ സമ്പാദിച്ച് യഹൂദന്മാരെ യവനന്മാരെ സമ്മതിപ്പിച്ചു. നോക്കുക 5-ാമത്തെ വാക്യം. തിമോഥിയോസും മക്കോദോനിയയിൽ നിന്ന് വന്നാറെ പൗലോസ് വചനഘോഷണത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷീകരിച്ചു. 6-ാമത്തെ വാക്യം. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുക. അവൻ വസ്ത്രം കുഴഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. അവിടെയും പ്രശ്നങ്ങളാണ്, എതിർപ്പുകളാണ്. എനിക്ക് തോന്നുന്നു പക്ഷെങ്കിൽ ഇത്രയൊക്കെ ആയപ്പോ പൗലോസിന് അല്പമെങ്കിലും ക്ഷീണം ഉണ്ടായി കാണണം, അതുകൊണ്ടായിരിക്കണം എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളിൽ വരുമ്പോൾ രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ടെന്ന് അരുളി ചെയ്തു. അതേന്ന് കൊരിന്തിൽ വന്നത് ആദ്യം പൗലോസ് തനിയെയാണ്. പക്ഷെ പിന്നീട് നാം വായിക്കുമ്പോൾ അതിന്റെ കൊരിന്തിൽ വന്നപ്പോൾ കൊരിന്തില് അവിടെ അബ്ദുല്ലാഹും റസൂലുള്ളാഹിയും പൗലോസിനോട് ചേർന്ന്, ഇത് കൂടാതെ എത്ര വാക്യം? 5-ാമത്തെ വാക്യത്തിൽ ശീലാസും തിമോത്തിയോസും മാത്രം വന്നപ്പോൾ പൗലോസ് വചനഘോഷത്തിൽ ശുഷ്കാന്തി കൊണ്ട് യേശു തന്നെ ക്രിസ്തു എന്ന് യഹൂദന്മാർക്ക് സാക്ഷിയാക്കി. ഇതാണ് അവിടുത്തെ പ്രവർത്തനത്തിന്റെ തുടക്കമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അല്പമെങ്കിലും അധൈര്യം ഉണ്ടായിട്ടായിരിക്കണം ഒരുപക്ഷെ, അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ആ സമയത്ത് കർത്താവ് അവനെ കൈവിട്ടില്ല. നാം വായിക്കുന്നത് രാത്രിയിൽ ദർശനത്തില് കർത്താവ് അവന്റെ അടുത്തേക്ക് വന്നു. 9-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും തന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. എന്നിട്ട് പറഞ്ഞത്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഇത് ആർക്കറിയാം? ഇത് കർത്താവിന് അറിയാം. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. പൗലോസിനെ ധൈര്യപ്പെടുത്തുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് ഈ നാടുകളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട്? നമുക്കൊക്കെ പല തടസ്സങ്ങളാണ്. ലജ്ജ ഒരു ഭാഗത്ത്, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ളതായിരിക്കുന്ന സംശയം ഒക്കെ നമുക്കുണ്ട്. എന്നാൽ ആത്മാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധം, കർത്താവ് ഈ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായി, ലോകാവസാനത്തോളം 28-ാം അധ്യായത്തില് ഈ ദൗത്യം ശിഷ്യന്മാരെ ഏൽപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇത് പറഞ്ഞാണ് ശിഷ്യന്മാരെ ഈ ദൗത്യം ഏൽപ്പിച്ചത്. ഇവിടെയും അല്പമെങ്കിലും ക്ഷീണം തോന്നിയ പൗലോസിനെ ആയിരിക്കാം. ഇതുപോലെ തന്നെയുള്ള വേറൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോസ്തലരുടെ 23-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 11-ാമത്തെ വാക്യത്തിൽ, അപ്പോസ്തലർ 23-11-ാമത്തെ വാക്യത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് പൗലോസിനെ. കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്കുക, നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിൽ സാക്ഷീകരിക്കേണ്ടതാവുന്നു. യെരൂശലേമിൽ നിന്ന് റോമയിലേക്ക് വിസ്താരത്തിനും തടവിനും ഒക്കെ ആയിട്ട് പൗലോസിനെ കൊണ്ടുപോവുകയാണ്. അപ്പോഴും കർത്താവ് അവനോട് പറഞ്ഞു, നീ ധൈര്യമായിരിക്കണം, എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ച പോലെ നീ റോമയിലും സാക്ഷീകരിക്കേണ്ടതാണ്. വാസ്തവത്തില് നാം ഓർക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ആത്മാർത്ഥമായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് നാം എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങിയ കർത്താവ് നമ്മോടൊപ്പം നമ്മെ ധൈര്യപ്പെടുത്തുവാനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളത്
നമുക്ക് ഓർക്കുവാനായിട്ട് സാധിക്കും. പൗലോസിന്റെ ജീവിതത്തില് ഈ കുരുത്തിൽ വെച്ചാണെങ്കിലും പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങൾ തനിക്കുണ്ടായി. പക്ഷെ ഇത് ആരും തന്നെ അവിടെ വെച്ച് ഉപദ്രവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കർത്താവ് പറഞ്ഞതുപോലെ ആരും നിന്നെ കൈയേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല എന്നുള്ള കാര്യം കൊരിന്തിൽ വെച്ച് വാസ്തവത്തിൽ അതങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷെങ്കിൽ അവിടെ ആ ഭാഗം നാം വായിച്ചു വരുമ്പോൾ അത് 13 വാക്യങ്ങൾ 18-ന്റെ 13 മുതൽ 18-12 മുതൽ വായിക്കാം. ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിപ്പാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. പൗലോസ് വായു തുറപ്പാൻ ഭാവിക്കുമ്പോൾ ഗല്ലിയോൻ യഹൂദന്മാരോട്, യഹൂദരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കുമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണങ്ങളെയും സംബന്ധിച്ച തർക്കസംഗതിയുടെ എങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവിൻ. ഈ വായിക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. ഈ ഗല്ലിയോൻ എന്ന് പറയുന്നത് ഈ അവിടുത്തെ ദേശാധിപതിയാണ്. നാം 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഗല്ലിയോൻ അഖായയിൽ ദേശാധിപതിയായി. ദേശാധിപതിയുടെ അടുത്തേക്ക് ഇവര് പൗലോസിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവന്റെ പേരിൽ കുറ്റം ആരോപിച്ച് 13-ാം വാക്യം, ഇവൻ ന്യായപ്രമാണത്തിന് വിരോധമായി ദൈവത്തെ ഭജിക്കാൻ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഗല്ലിയോ പറഞ്ഞു, എന്താ ഗല്ലിയോ പറഞ്ഞ, യഹൂദന്മാരെ വല്ല അന്യായമോ വല്ലാത്ത പാതകമോ ആയിരുന്നെങ്കിൽ ഞാൻ ക്ഷമയോടെ നിങ്ങളുടെ സങ്കടം കേൾക്കാമായിരുന്നു. വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് റോമൻ ദേശാധിപതിയാണ്. വചനത്തെയും അവരാണ് യഹൂദന്മാരോട് പറയുന്നത്, വചനത്തെയും നാമങ്ങളെയും നിങ്ങളുടെ ന്യായപ്രമാണത്തെ സംബന്ധിച്ച തർക്കസംഗതികളെങ്കിലോ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുകയും ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. ഒരു വിധത്തിൽ പറഞ്ഞ കർത്താവ് തന്നോട് പറഞ്ഞു, നിന്നെ ആരും കയ്യേറ്റം ചെയ്യുകയില്ല എന്ന് പറഞ്ഞ കാര്യം അതേപടി അവിടെ നിവർത്തിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. പക്ഷെ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചു. അതാണ് 17 വാക്യങ്ങൾ വായിക്കുന്നത്. എന്താ? എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തനോസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇതൊന്നും വലിയ കൂട്ടാക്കിയില്ല. അവിടെ വേറൊരാളിനെ, അവിടെ പള്ളിപ്രമാണിയെ വേറൊരു പള്ളിപ്രമാണി അവിടെ കാണുന്നുണ്ട്. ക്രിസ്പോസ് ആണ്. അതിന് 8-ാമത്തെ വാക്യത്തിലുണ്ട്. 7-ാമത്തെ വാക്യത്തിൽ തീത്തോസിനെ നാം കാണുന്നുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ പള്ളിപ്രമാണിയായ ക്രിസ്പോസിനെ നാം കാണുന്നുണ്ട്. 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പള്ളിപ്രമാണിയായ സോസ്തനേസ് പള്ളിപ്രമാണിയാണ്. പക്ഷെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് സോസ്തനേസിന് അടിവാങ്ങിച്ചത്? കർത്താവിനെ സ്വീകരിക്കുകയും പൗലോസിനോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് സോസ്തനേസിന് അടിവാങ്ങിക്കേണ്ടതായിട്ട് വന്നത്. നാം ഈ സോസ്തനേസിനെ വേറെ എവിടെയെങ്കിലും കേട്ടോ? ഇതുവരെ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിനോടൊപ്പം ഈ ലേഖനം എഴുതാനായിട്ട് സഹായിച്ചത് സോസ്തനേസാണ്. ഒരു പക്ഷെങ്കില് സോസ്തനേസ് അത് കൈകൊണ്ട് എഴുതി എന്നുള്ളത് മാത്രമേ ഒരു പക്ഷേ ഉണ്ടായിരിക്കുകയുള്ളൂ. പൗലോസ് ആയിരിക്കാം അതിന്റെ പ്രധാന എഴുത്തുകാരൻ. പൗലോസ് പറഞ്ഞു കൊടുത്തത് സോസ്തനേസ് എഴുതിയതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. നാം വേറൊരു ഭാഗത്ത് ഗലാത്യ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ എന്റെ സ്വന്തം കയ്യാൽ എഴുതുന്നു എന്ന് പറഞ്ഞൊരു കാര്യം പൗലോസ് പറഞ്ഞിട്ടുണ്ട്. വലിയ അക്ഷരമായി എന്റെ സ്വന്തം കയ്യാൽ ഞാൻ എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ ആ ഭാഗം മാത്രം പൗലോസ് സ്വന്തം കൈ കൊണ്ട് എഴുതായിരിക്കാം. റോമാലേഖനത്തിൽ നമ്മൾ വാക്യം നോക്കിയാൽ അവിടെ ഇതുപോലുള്ളൊരു രംഗം നമുക്ക് കാണുന്നുണ്ട്. റോമാലേഖനം അതിന്റെ അവസാന അധ്യായത്തില് അവിടെ ആ ലേഖനം എഴുതിയത് റോമലേഖനം 16-22 വാക്യം. ഈ ലേഖനം എഴുതിയ തർത്തോസ് എന്ന ഞാൻ നിങ്ങളെ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ഈ ലേഖനം എഴുതിയ, വാസ്തവത്തിൽ ലേഖനം എഴുതിയത് പൗലോസ് ആയിരിക്കണം. ഈ ലേഖനം എഴുതിയെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് എഴുതിയത് ഒരു പക്ഷെങ്കിൽ ഈ തർത്തോസ് ആയിരിക്കണം. അതാണ്, അതേപോലെ ആയിരിക്കാം സസ്തനോസ് എന്ന് നമുക്ക് വിചാരിക്കാം. എന്തായിരുന്നാൽ തന്നെയും കർത്താവിന് വേണ്ടിയിട്ട് അടികൊണ്ടതായിരിക്കുന്ന ഈ സസ്തനോസും അവിടെ വായിക്കുന്ന എല്ലാവരും പള്ളിപ്രമാണിയായ സസ്തനോസിനെ പിടിച്ച് ന്യായാസനം മുമ്പിൽ വെച്ച് അടിച്ചു എന്നാണ് വായിക്കുന്നത്. ഇവരാരും തന്നെ ഈ നേരിട്ടതായിരിക്കുന്ന പീഡനവും കഷ്ടതയും ഒന്നും തന്നെ കർത്താവിൽ നിന്ന് അല്പമെങ്കിലും മാറുവാനായിട്ട് അവരെ ഇടയാക്കിയില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ഇതൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇന്ന് കഷ്ടം അനുഭവിക്കുന്ന അനേകരുണ്ട്, നമുക്കറിയാം. കാലക്രമത്തില് നാം ആയിരിക്കുന്ന ഈ സ്ഥലത്തും ഇതൊക്കെ സംഭവിക്കാം. ഒരു സമയത്ത് നോർത്ത് ഇന്ത്യയിൽ ഇതൊന്നും ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന്
നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ദൈവത്തിന്റെ ജനം കഷ്ടമനുഭവിക്കുന്നതായിട്ടുണ്ട്. ജീവിതത്തിൽ സംഭവിക്കുന്ന കർത്താവിന് വേണ്ടി അനുഭവിക്കുന്നതായിരിക്കുന്ന കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാൽ അല്പം പോലും പിന്തിരിയുവാൻ തക്കോളം നമുക്ക് ഇടയാകാതിരുന്നു നല്ലതായിരുന്നു. പൗലോസിന്റെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അതാണ്. അനേക കഷ്ടതകൾ തന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചു, തന്റെ കൂടെ ഉണ്ടായിരുന്നവരും അനുഭവിച്ചു. പക്ഷെങ്കില് ഈ കഷ്ടതകളും പീഡനവും ഒന്നും തന്നെ മറിച്ചൊന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം അവരെ ഇടയാക്കിയില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പൗലോസ് 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കൊരിന്തിലെ ശുശ്രൂഷകൾ അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് പൗലോസ് 19:1 നാം വായിക്കുമ്പോൾ കൊരിന്തിൽ നടന്ന സ്ഥലം ഏതാണ്? പൗലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ 19:1 അപ്പോസ്തലപ്രവൃത്തി 19:1 അപ്പോസ്തലൻ കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉപദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അപ്പോൾ കൊരിന്തിൽ നിന്ന് പൗലോസ് പോയത് എഫെസോസിൽ വെച്ചാണ്. എഫെസോസിൽ വെച്ചിട്ട് എന്നിട്ട് പിന്നെയും തിരിച്ച് മക്കദോനിയയിലേക്കൊക്കെ പൗലോസ് വന്നിട്ടുണ്ട്. എഫെസോസില് മൊത്തം എത്ര നാൾ താമസിച്ചുള്ളത് നാം അതിന്റെ 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 20:31 നമുക്ക് കാണാനായിട്ട് സാധിക്കും. 20:31 അവിടെ അതുകൊണ്ട് ഞാൻ 3 സംവത്സരം ആരോടാ പറയുന്നത് അറിയാമോ? എഫെസോസിൽ നിന്ന് വന്നതായിരിക്കുന്ന മൂപ്പന്മാരോട് പറയുന്നുണ്ട്. എഫെസോസ് മിലത്തോസിൽ നിന്ന് അല്ല 20:17 മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്കാണ് സഭയിലെ മൂപ്പന്മാരെ വരുത്തിയിട്ട് അവരോട് പറയുകയാണ്, ഞാൻ 3 സംവത്സരം എഫെസോസിലുണ്ടായത്. ഞാൻ എന്തിനാ എഫെസോസിന്റെ കാര്യം എടുത്ത് പറയാന്ന് ചോദിച്ചാൽ, എഫെസോസിൽ നിന്നാണ് പൗലോസ് കൊരിന്ത് ലേഖനം എഴുതിയത്. നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നാം ഒന്ന് പറഞ്ഞത് കൊരിന്ത് എന്ന് പറയുന്നതായിരിക്കുന്ന പട്ടണത്തിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്, കൊരിന്തിലെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളത്. കൊരിന്തിൽ പൗലോസ് വന്നത് 2-ാം മിഷണറി യാത്രയിലാണ്. എങ്ങനെയൊക്കെയാണ് വന്നത്? ഫിലിപ്പിയിൽ നിന്ന് തെസ്സലോനിക്കയിലേക്കും അവിടെ നിന്ന് ബെരോവയിലേക്കും അഥേനയിലേക്കും അവിടെ നിന്ന് കൊരിന്തിലേക്കും പൗലോസ് വന്നു. കൊരിന്തിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് താൻ എഫെസോസിലേക്കാണ് പോയത്. എഫെസോസിലായിട്ട് 3 വർഷത്തോളം 3 സംവത്സരത്തോളം എഫെസോസിൽ 3 വർഷത്തോളം പ്രവൃത്തി 20:31 വാക്യം 3 വർഷത്തോളം എഫെസോസിലാണ് പൗലോസ് ആയിരുന്നത്. എഫെസോസിൽ ഇരുന്നുകൊണ്ടാണ് പൗലോസ് കൊരിന്ത് ലേഖനം എഴുതുന്നത്. എങ്ങനെ മനസ്സിലാക്കാം? 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായമാണല്ലോ അവസാനത്തെ അധ്യായം. അതിന്റെ 8-ാമത്തെ വാക്യം. എഫെസോസിൽ ഞാൻ വരെ പാർക്കും. മതി 1 കൊരിന്ത്യർ 16:8 നാം വായിച്ചത്. എന്ന് പറഞ്ഞാൽ കൊരിന്ത് ലേഖനം എഴുതി 1 കൊരിന്ത്യർ എഴുതി അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുകയാണ്, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും എന്ന് പറഞ്ഞപ്പോൾ പൗലോസ് എവിടാ? എഫെസോസിലാണ്. അപ്പോൾ എഫെസോസിൽ ഇരുന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളതിന്റെ തെളിവായിട്ട് നമുക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. 3 വർഷം പൗലോസ് എഫെസോസിൽ ഉണ്ടായിരുന്നു. ആ എഫെസോസിൽ ഇരുന്നുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൊരിന്ത്യരോട് വാസ്തവത്തില് പൗലോസ് അതിരറ്റ സ്നേഹമാണ് കാണിച്ചത്. അങ്ങനെ പറയാനായിട്ട് കാര്യം, പല പ്രാവശ്യം ഇവരെ ഉപദേശിക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടും കൊരിന്ത്യരുടെ ജീവിതത്തിൽ വളരെ പതിയാണ് ഒരു മാറ്റം ഉണ്ടായത്. പക്ഷെ ഇതെല്ലാം സഹിക്കാൻ പൗലോസിന് സാധിച്ചു. വളരെ ക്ഷമയോടുകൂടെ അവരെങ്ങനെയെങ്കിലും നന്നാകണം എന്നുള്ള ആഗ്രഹത്തോട്. ഞാൻ പറഞ്ഞല്ലോ, പൗലോസിന്റെ ഈ കൊരിന്ത്യരെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നാം ഓർക്കേണ്ടതായിരിക്കുന്ന കാര്യം, അവരേത് അവസ്ഥയിൽ നിന്ന്, എത്രമാത്രം മാലിന്യം നിറഞ്ഞ അവസ്ഥയിൽ നിന്നാണ് അവർ വന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ അതിന്റെ ആ തീവ്രത നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തില് 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾ 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ 8 മുതൽ 1 കൊരിന്ത്യർ 6-ന്റെ നിങ്ങൾ അന്യായം ചെയ്യുകയും നഷ്ടം വയ്ക്കുകയും ചെയ്യുന്നു. അത് സഹോദരന്മാർക്ക് തന്നെ. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ അറിയുന്നില്ലയോ? അത് തന്നെയല്ലേ? അതെ.
നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. 6 തൊട്ടല്ലേ? 6ന്റെ ഇപ്പൊ 9ാമത്തെ വാക്യമല്ലേ വായിക്കുന്നത്, കുറച്ച് വായിച്ചാൽ മതി. 6-9 തൊട്ട്. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൻ. തുറന്നടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാനന്മാർ, ഭാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിങ്ങനെ ദൈവരാജ്യം അവകാശമാക്കിയില്ല. നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നു. എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അവിടെ പറയുന്നത്, പൗലോസ് പറയുകയാണ്, നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ആ കൂട്ടത്തിൽ തുന്നടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ എന്ന് പറഞ്ഞ് ആ തുടങ്ങുന്ന ഗ്രൂപ്പിൽപ്പെട്ടവരായിരുന്നു. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു. അപ്പൊ ആ ഒരു പശ്ചാത്തലം കൊരിന്ത്യരെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടത്തിൽ നിന്നാണ് കൊരിന്ത്യ വിശ്വാസികൾ മുമ്പോട്ട് വന്നത്. എന്നിട്ട് അങ്ങനെയുള്ള ഈ സമൂഹത്തെ അവർ രക്ഷിക്കപ്പെട്ടു എങ്കിലും പലതരത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ പിന്നെയും അവരുടെ ജീവിതത്തിൽ തുടർന്നപ്പോൾ അവരെ വേണ്ട എന്ന് വെക്കാനോ അവരെ തള്ളിക്കളയാനോ പൗലോസ് തയ്യാറായില്ല എന്നുള്ളത് വാസ്തവത്തിൽ നമുക്ക് പൗലോസിന്റെ ഭാഗത്ത് നിന്ന് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് വരുന്നത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 15-16 വാക്യങ്ങൾ നാം ഒന്ന് വായിച്ചു നോക്കിയാൽ പൗലോസിന് അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് കൊടുക്കാനായിട്ട് സാധിക്കും. 4-15-16. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കൾ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുവേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ട്, നിങ്ങളെ പഠിപ്പിക്കാൻ ഒക്കെ അനേകം ഗുരുക്കന്മാരുണ്ട്. പക്ഷേ പൗലോസ് പറയുകയാണ്, പക്ഷെ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചു. പിതാവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യരോട് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓർക്കാനായിട്ട് സാധിക്കും. എത്രയോ വലിയ ഒരു ഉത്തരവാദിത്തമാണ് പൗലോസിന്റെ ആ വാക്കുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. താൻ മുഖാന്തരം രക്ഷയിലേക്ക് വന്നതായിരിക്കുന്ന കൊരിന്ത്യ സഭ വ്യത്യസ്തമായിരിക്കുന്ന, ഒരു പക്ഷെങ്കില് തെസ്സലോനിക്കയിലോ അഥേനയിലോ അല്ലെങ്കിൽ ഫിലിപ്പിയിലോ ഒന്നും കാണാത്തതായിരിക്കുന്ന ഒരു സംസ്കാരവും ഒരു സാമൂഹിക ജീവിതവും ഒക്കെയാണ് ഈ കൊരിന്ത്യയിലുള്ളത്. ആ കൂട്ടത്തിൽ നിന്ന് അവർ വന്നപ്പോൾ പലതും അവർ പിന്തുടർന്നു. പക്ഷെ പൗലോസ് അവരെ വിട്ടുകളയുകയല്ല. ഒരു പിതാവിനെ പോലെ ശാസിക്കുന്നു, ശിക്ഷിക്കുന്നു. അതെല്ലാം സ്നേഹത്തിന്റെ പിൻപിൽ നിന്നുകൊണ്ട് പൗലോസ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസ് 3 പ്രാവശ്യം കൊരിന്ത് സന്ദർശിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 4 ലേഖനങ്ങൾ എഴുതിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2 ലേഖനങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പൗലോസ് എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ നമുക്ക് ലഭിക്കാത്തതുണ്ട്. വേറെ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ? അങ്ങനെ പൗലോസ് ലേഖനത്തിൽ നാം വായിക്കുമ്പോൾ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എല്ലാം എനിക്കറിയാവുന്ന പറഞ്ഞതല്ല ഇത് ചോദിക്കുന്നത് കേട്ടോ. ഞാനും ഇതൊക്കെ ഈ വായിച്ച് നോക്കുമ്പോൾ മനസ്സിൽ എന്തോരോ കാര്യങ്ങൾ. ലവോദിക്ക സഭയ്ക്ക് പൗലോസ് ലേഖനം നാം വായിക്കുമ്പോൾ ലവോദിക്കയിലൊരു ലേഖനം അയച്ചിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കണം, നിങ്ങൾക്കുള്ളത് അവർക്കും കൊടുക്കണം എന്ന് പൗലോസ് പറയുന്നുണ്ട്. ലവോദിക്കക്കാർക്ക് കൊടുത്ത ലേഖനം നമുക്ക് കിട്ടിയിട്ടില്ല, വേദപുസ്തകത്തിൽ അതില്ല എന്ന് പറയുന്നത് പോലെ കൊരിന്ത്യർക്ക് 4 ലേഖനം പൗലോസ് എഴുതിയതായിട്ടാണ് അതിനുള്ള സൂചനകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കും. 3 പ്രാവശ്യം പൗലോസ് കൊരിന്തിലേക്ക് പോയി. വേറൊരു സ്ഥലത്ത് അത്രയും പോയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ കൊരിന്തിന്റെ അവസ്ഥ കൊണ്ട് അവരെ വീണ്ടും കാണുകയും അവരെ ദൈവഭാഗത്തേക്ക് മടക്കി കൊണ്ടുവരികയും അല്ലെങ്കിൽ ശരിയായ പാതയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാനായിട്ട് കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും പൗലോസ് കൊരിന്ത് സന്ദർശിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്ന്, കൊരിന്തിൽ സഭ ഉണ്ടാകുന്നതായിരിക്കുന്ന സമയത്ത്. ഒന്ന് വരുന്നത് 4:19 നാം ഒന്ന് വായിച്ചു നോക്കിയാൽ അവിടെ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന് വരുന്നത് 4:19. കർത്താവിന്റെ ഇഷ്ടമെങ്കിൽ ഞാൻ വേഗം നിങ്ങളുടെ അടുക്കൽ വന്ന് ചീർത്തിരിക്കുന്നവരുടെ വാക്കല്ല ശക്തി തന്നെ കണ്ടറിയും. അത് പറഞ്ഞ 2ാമത്തെ പ്രാവശ്യം പൗലോസ് വീണ്ടും ഈ കൊരിന്ത് ലേഖനം എഴുതുമ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, ഒന്ന് എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ വീണ്ടും നിങ്ങളുടെ അടുക്കൽ വരും എന്ന് പറയുന്നുണ്ട്. വീണ്ടും നമുക്ക് 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 12-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 2 കൊരിന്ത്യർ 12:14. 2 കൊരിന്ത്യർ 12:14. ഞാൻ കൈയല്ലായതുകൊണ്ട് 2 കൊരിന്ത്യർ 12:14. 2 കൊരിന്ത്യർ 12:14. ഈ 3-ാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഭാരമായി തീരുകയില്ല, നിങ്ങൾക്കുള്ളതിനെ അല്ല
ഈ മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അവൻ എത്ര പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട്? 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇത് മൂന്നാം പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഒരുങ്ങിയിരിക്കുന്നു. 2 തന്നെ 13-ന്റെ 1-2 വാക്യം വായിക്കുമ്പോഴും അവിടെയും പറയുന്നുണ്ട്, ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. 2-3 സാക്ഷികളുടെ പാമഴിയാൽ ഏത് കാര്യം ഉറപ്പാവും. ഞാൻ 2-ാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ. ഇപ്പൊ കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും കൊരിന്ത് സഭയിൽ വീണ്ടും പൗലോസ് ആവർത്തിച്ച് പോയി അവരെ ദൈവഭാഗത്തേക്ക് മടക്കി കൊണ്ടുവരുവാൻ, ആ ദൈവിക സത്യങ്ങളിലേക്ക് മടക്കി കൊണ്ടുവരുവാനായിട്ട് പൗലോസ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, 4 ലേഖനങ്ങൾ പൗലോസ് എഴുതി എന്ന് വിചാരിക്കത്തക്ക നിലയിലുള്ള ചില സൂചനകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഭാഗം കൂടെ നമുക്ക് നോക്കാം. ഒരു കാര്യം നാം ഓർക്കണം, ചിലപ്പോൾ നാം ഓർക്കും അവിടെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ വായിക്കാമായിരുന്നു എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെങ്കിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ തന്നിട്ടുള്ളതൊക്കെ അങ്ങ് വായിക്കാൻ. അതൊക്കെ നാം വായിക്കുന്നുണ്ടോ? നാം അറിയേണ്ടതായിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൽ നമ്മോട് ഇന്ന് ജീവിക്കുന്ന നമ്മോട് സംസാരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ച ഈ ദൈവവചനത്തിലുണ്ട്. ലഭിച്ചത് നാം അങ്ങ് വായിച്ചാൽ മതി. യെശയ്യാപ്രവചനത്തിലൊരു വാക്യം ഇത് വായിച്ചപ്പോൾ ഓർത്തപ്പോൾ മനസ്സിലേക്ക് വന്നത്, അതിന് 34-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണ്. യെശയ്യാപ്രവചനം 34-16. യെശയ്യാവ് 34-16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര അവയെ കൂട്ടിവരും. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര അവയെ കൂട്ടിച്ചേർത്തത്. ഇത് ക്രമീകരിച്ചത്, ഇത് കൂട്ടിച്ചേർത്തത് ആരാ? യഹോവയുടെ വായാണ് ഇത് കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്ര ഇത് കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് ഈ കൂട്ടിച്ചേർത്തതൊക്കെ ദൈവത്തിന്റെ ആത്മാവിനാൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. നാം അത് വായിക്കുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം നാം ചിന്തിക്കേണ്ട കാര്യമില്ല. ലഭിക്കാത്ത ലേഖനങ്ങളെ കുറിച്ചോ എഴുത്തുകളെ കുറിച്ചോ ഒന്നും നാം ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞിരുന്നു 2 പത്രോസ് 1:3 വാക്യം എന്താ? അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. നാം അതിൽ കൂടുതൽ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. 4 ലേഖനങ്ങൾ എഴുതി എന്ന് പറഞ്ഞതിന് അതിന്റെ അങ്ങനെ പറയാൻ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 5:9. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. ഇത് എഴുതുമ്പം 1 കൊരിന്ത്യർ എഴുതുമ്പം പൗലോസ് പറയുകയാണ്, ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഇതിന് മുൻപ് ഒരു ലേഖനം പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കാനായിട്ട് നമുക്ക് വകയുണ്ട്. ഈ ലേഖനം നമുക്ക് 1 കൊരിന്ത്യർ ലഭിച്ചിരിക്കുന്ന ഈ ലേഖനം പൗലോസിന്റെ 2-ാം ലേഖനമായിരിക്കാനാണ് സാധ്യത. അപ്പൊ 1-ാം ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വാക്യത്തിൽ നിന്നാണ് ആ ചിന്ത വരുന്നത്. ദുർനടപ്പുകാരോട് സംസർഗമരുത് എന്ന് ഞാൻ എന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. രണ്ടാമതായിട്ട് അതിന്റെ തന്നെ ഇതൊക്കെ ആണെങ്കിലും ഈ 1 ലേഖനം എഴുതിയതുകൊണ്ടോ 2 ലേഖനം എഴുതിയതുകൊണ്ടോ ഒന്നും കൊരിന്ത്യർ അങ്ങനെ കാര്യമായിട്ട് മാറിയില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദുർനടപ്പുകാരോട് സംസർഗം പാടില്ല എന്ന് ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറയുമ്പോൾ അതിന്റെ തുടക്കം എങ്ങനെ? 5-ാം അധ്യായം തുടക്കുന്നത് നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ദുർനടപ്പുകാരോട് സംസർഗം എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും നിങ്ങളുടെ ഇടയിൽ കാര്യമായിരിക്കുന്ന വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. അതുപോലെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തില് അവരുടെയുള്ള വേറൊരു കാര്യം പറയുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ പിണക്കമുണ്ട്. ഇതെല്ലാം പിന്നെയും ഇവരുടെ ജീവിതത്തിൽ തുടർന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 1 കൊരിന്ത്യർ എഴുതുന്നതിന് മുമ്പ് ഒരു ലേഖനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആ ചിന്തയാണ്, അല്ലെങ്കിൽ ആ സൂചനയാണ് അതിന് ആധാരമായിട്ട് ഉള്ളത്. ഇനി വേറൊരു കാര്യം നാം നോക്കുമ്പോൾ ഈ ലേഖനം ഇത് 2-ാമത്തെ ലേഖനമായിട്ട്, പൗലോസിന്റെ 2-ാമത്തെ ലേഖനം നമുക്ക് ലഭിച്ച 1 കൊരിന്ത്യർ എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. ഈ ലേഖനം
പൗലോസിന്റെ അടുത്തേക്ക് ചില ആളുകൾ വന്നു. അതുപോലെ 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ചോദിച്ച തർക്ക സംഗതികളെ കുറിച്ച്, അല്ലെ, എഴുതി അയച്ച നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എന്റെ അഭിപ്രായം എന്താന്ന് പറഞ്ഞാണ് 1 Corinthians 7-ാം അധ്യായം തുടങ്ങുന്നത്. എഴുതി അയച്ച എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ അവിടെ 3 പേരുടെ പേരവിടെ കൊടുത്തിട്ടുണ്ട്. അവരായിരിക്കാം ഈ ലേഖനം കൊണ്ടുവന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. 1 Corinthians 16-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് 16-17 സ്തെഫാനോസും ഫൊർത്തൂനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. ഈ 3 പേരായിരിക്കാം പൗലോസിന്റെ അടുത്തേക്ക് ഈ എഴുതി അയച്ച കാര്യങ്ങളുമായിട്ട് അനേക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൊരിന്തിൽ. അവിടെ ഭിന്ന അഭിപ്രായക്കാരുണ്ടായിരുന്നു. അപ്പൊല്ലോസിന്റെ പക്ഷക്കാർ, പൗലോസിന്റെ പക്ഷക്കാർ, കേവാവിന്റെ പക്ഷക്കാർ, വിവിധ പക്ഷക്കാരുണ്ടായിരുന്നു. അവർ തമ്മിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങളുള്ളത് കൊണ്ടാണ് ഇവരെല്ലാം പക്ഷക്കാരായിട്ട് മാറിയത്. അപ്പോൾ അവരുടെ തന്നെ പല കാര്യങ്ങളും തർക്കസംഗതികൾ ഉണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ സാധിക്കുക. ഇതിനെല്ലാം ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ട് പൗലോസിന്റെ അടുത്തേക്ക് 3 പേരെ സഭ അയച്ചു എന്ന് വേണം കരുതാനായിട്ട്. അത് പൗലോസിന് സന്തോഷമായി. അവരുടെ ആ താല്പര്യം പൗലോസിന് സന്തോഷമായി. അങ്ങനെ അതിന് മറുപടിയായിട്ടാണ് ഈ 1 Corinthians എഴുതിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ 2 Corinthians 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ വേറൊരു ലേഖനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 Corinthians 7-ന്റെ 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 2 Corinthians 7-ാം അധ്യായത്തില് അത് മുഴുവൻ വായിക്കാനായിട്ടുള്ള സമയം നമുക്കില്ല. എളിയവരെ ആശ്വസിപ്പിക്കുന്ന ദൈവം അതല്ലേ, തീത്തോസിന്റെ വരവിനാൽ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്തോടുകൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ. അതുകൊണ്ട് ഞാൻ അധികമായി സന്തോഷിച്ചു. ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികയും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നത് കൊണ്ട് ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തെങ്കിലും, ഇത് 1-ാം ലേഖനത്തെ കുറിച്ചല്ല പറയുന്നത്. കാരണം 1-ാം ലേഖനത്തെക്കാൾ അധികമായിട്ട് വളരെ കഠിനമായിട്ട് പൗലോസ് എഴുതിയ ഒരു ലേഖനത്തെ കുറിച്ചായിരിക്കണം ഇവിടെ പറയുന്നത്. ഞാൻ ലേഖനത്താൽ നിങ്ങളെ ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുദപിക്കുന്നില്ല. ആ ലേഖനം നിങ്ങളെ കുറെ നേരത്തേക്കും ദുഃഖിപ്പിച്ചു എന്ന് കാണുന്നതുകൊണ്ട് മുമ്പേ അനുദപിച്ചു എന്ന് പറഞ്ഞാൽ ഈ കൊരിന്ത്യരെ മാനസികമായിട്ട് തകർക്കത്തക്ക നിലയിൽ പൗലോസ് ഒരു ലേഖനം ഇവർക്ക് എഴുതി എന്ന് വിചാരിക്കുവാനായിട്ട് സാധിക്കും. ഇതിനു ശേഷമാണ് 2 Corinthians എന്ന് പറയുന്നതായിരിക്കുന്ന ലേഖനം എഴുതിയത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, കൊരിന്ത്യർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ ഒരു പിതാവിന്റെ മനസ്സോടുകൂടെ ഈ ജനം എങ്ങനെയെങ്കിലും, ഈ വിശ്വാസകൂട്ടം എങ്ങനെയെങ്കിലും ദൈവഭാഗത്തെ കുറെ കൂടെ വരണം. അവർക്ക് ഉപേക്ഷിക്കേണ്ടതായിരിക്കുന്ന പലരും അവരുടെ ജീവിതത്തിൽ പിന്നെയും അവർ പിന്തുടരുകയാണ്. അതൊക്കെ മാറണമെന്നുള്ള ചിന്തയോടുകൂടെ പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ് 1 Corinthians എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേക വിഷയങ്ങൾ ഈ ലേഖനത്തിൽ വരുന്നുണ്ട്. അവരുടെ ഇടയിലുള്ളതായിരിക്കുന്ന ഭിന്നത, അവരുടെ ഉള്ളതായിരിക്കുന്ന ദുർനടപ്പ്, അതുപോലെ തന്നെ വ്യവഹാരങ്ങൾ. ഈ പാപങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞ കൂട്ടത്തില് പിടിച്ചുപറിക്കാരെന്ന് പറഞ്ഞൊരു കൂട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ ഉള്ളവരുടെ അവസ്ഥയാണ്. പക്ഷെ അന്നുള്ളതായിരിക്കുന്ന വ്യവഹാരങ്ങളൊക്കെ, ഈ പിടിച്ചുപറി മുഖാന്തരമുള്ള വ്യവഹാരങ്ങളൊക്കെ പിന്നെയും രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവർ തുടർന്ന് കാണണം. അപ്പോൾ അതിനെക്കുറിച്ച് വ്യവഹാരം ഉണ്ടായാൽ എന്ത് ചെയ്യണം അതിനെക്കുറിച്ച് മാത്രമല്ല, വിഗ്രഹാർപ്പിതങ്ങളെ ഇന്ന് ധ്യാനാവതരണ ചിന്ത അതായിരുന്നു 1 Corinthians 8-ാം അധ്യായത്തിൽ. വിഗ്രഹാർപ്പിതങ്ങളെ കുറിച്ച്, അതിനോടുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടത്, വിവാഹത്തോടുള്ള ബന്ധത്തിൽ എന്താണ് ചെയ്യേണ്ടത്, സ്ത്രീകളുടെ സഭയിലുള്ളതായിരിക്കുന്ന സ്ഥാനവും അവരുടെ ശുശ്രൂഷകളെയും കുറിച്ച്, സ്ത്രീകൾ തലമൂടുന്നതിനെ കുറിച്ച്, ഇങ്ങനെ അനേക കാര്യങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ, അതുപോലെ കർത്തൃമേശയെ കുറിച്ച്, അതുപോലെ 11-ാം അധ്യായം. വാസ്തവത്തിൽ ഒരു സഭയ്ക്ക് വേണ്ടതായിരിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഒരേപോലെ നമുക്ക് ഒന്നിച്ചു കിട്ടുന്ന ഒരു ലേഖനമാണ് 1 Corinthians എന്ന് കാണാനായിട്ട് സാധിക്കും. സഭാ നടപടികൾ, സഭയിലെ പ്രവർത്തനങ്ങളിൽ അതെങ്ങനെയൊക്കെ ആയിരിക്കണം, സഭയിൽ എങ്ങനെയായിരിക്കണം ഓരോ വിശ്വാസികളും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു ലേഖനമാണ് പൗലോസിന്റെ 1 Corinthians ലേഖനം. പൗലോസ് കൊരിന്ത്യർക്കുണ്ടായിരുന്ന സംശയങ്ങൾ, വാസ്തവത്തിൽ നമ്മുടെ അനേക സംശയങ്ങൾ ദൂരീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ ഇടയാക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഈ ലേഖനം പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്ലാസ് എടുക്കുന്നതിലുള്ള സന്തോഷമല്ല, എന്നാലും
എൻ്റെ ജീവിതത്തിലും നമ്മുടെ ഒക്കെ ജീവിതത്തിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ മാറ്റമെങ്കിലും കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടൊന്നും കാര്യമായ മാറ്റമൊന്നും കാണുന്നില്ല. എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ഞാൻ പറയാം. ഒരു ചെറിയ മാറ്റമെങ്കിലും നമ്മുടെ സമാജ ജീവിതത്തിലെ സഭയിലുള്ളതായിരിക്കുന്ന ആത്മീയ സന്തോഷത്തിലും ആത്മീയ വളർച്ചയിലും ഒരു ചെറിയ കാരണമെങ്കിലും ആകുവാൻ തക്കവണ്ണം ഈ പഠനം മുഖാന്തരം ദൈവം സഹായിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് സഭയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ആ ഒരു കൺസേൺ നമുക്ക് ഓരോരുത്തർക്കും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയെ കുറിച്ചുണ്ടായാൽ അതെത്രയോ അനുഗ്രഹമായിട്ട് മാറിയതിനെയും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടും.